ഇന്ന് നമ്മൾ ഉഴുന്നുകൊണ്ട് ബോണ്ട ഉണ്ടാക്കാം. അതിനായി ഉഴുന്ന് ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തു. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർക്കണം. അതിനായി ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായി മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചത് ഇതിൽ ചേർക്കാം. ഇത് മല്ലിയില നന്നായി കഴുകിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചതാണ്, അതും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് മാവ് നന്നായിട്ട് കുഴച്ചു. വേണ്ടോ, കറക്റ്റ് പാകമായി. ഇനി നമുക്കിത് പോയിട്ട് ഉണ്ടാക്കാം. ചീനച്ചട്ടി ചൂടായി. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇടാം. ഇപ്പോൾ ഒരു സൈഡ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഈ സൈഡ് ഒന്നാവട്ടെ. ഉഴുന്നുകൊണ്ടുള്ള നമ്മുടെ സ്മോൾ ബോണ്ട കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കത് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ബാക്കി കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചൂട് കട്ടൻ ചായയും കൂടെ. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്ന് ബോണ്ട ടേസ്റ്റ് ചെയ്യാം. നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് ബോണ്ടയാണ്. മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ നല്ല സ്വാദായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായയും കൂടെ കുടിക്കാം. നമ്മളിതൊരു കടി കടിച്ചു. ആഹാ, എന്തൊരു മനോഹാരിത. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. നല്ല ഈസി ആൻഡ് വെരി ടേസ്റ്റി റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഗസ്റ്റിന് കൊടുക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. So see you in the next video. Have a nice day.